ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. അപ്പോൾ ചിലരൊക്കെ കമൻറ്റിൽ കൂടിയൊക്കെ ചോദിക്കുന്നുണ്ട് പരീക്ഷണമാണോ എന്ന്. അപ്പോൾ പരീക്ഷണം തന്നെയാണ്. പരീക്ഷണം ചെയ്ത് അത് വിജയിച്ച സംഭവങ്ങളാണ് നിങ്ങളിലേക്കും എത്തിക്കുന്നത് കേട്ടോ. എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളെയും കൂടെ അറിയിക്കേണ്ടി. അപ്പോൾ വരുന്ന മാറ്റങ്ങൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത്ര മാത്രം കേട്ടോ. നമ്മുടെ വലിയ ബ്യൂട്ടീഷ്യനോ ഒന്നുമല്ല, ഡോക്ടറോ കമ്പൗണ്ടറോ ഒന്നും അല്ലേ. ഞാൻ ആദ്യമേ തന്നെ പറയാം, എനിക്ക് മുടിയില്ലെന്നും പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതിപ്പം കിളിർപ്പിക്കാൻ എനിക്ക് എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെ കിളിർപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് നമുക്ക്. അതാണ് കേട്ടോ കാണിച്ചു തരുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും പറയാം, നന്ദി എത്ര പറഞ്ഞാലും നമുക്ക് എത്ര പറഞ്ഞാലും മതി വരത്തില്ല കേട്ടോ. ഒത്തിരി സന്തോഷം എല്ലാവരോടും. അപ്പോൾ ഇന്നും നമ്മുടെ ഫേസ് പായ്ക്കൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോഴും പൂ വെച്ചിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴും പൂ വയ്ക്കാഞ്ഞതേ നമ്മളിങ്ങനെ മുഖത്തിങ്ങനെ തൂത്ത് തുടയ്ക്കുമ്പോഴൊക്കെ ഒരു ഇതല്ലേ. അതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ പൂ വെച്ചിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഓർക്കുന്നില്ല, വീഡിയോ എടുത്ത് നോക്കിയില്ല കേട്ടോ. അപ്പോഴും നമുക്ക് അതൊക്കെ കാണാം. നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. സുപ്പിന് എന്തായാലും തേച്ച് റിസൾട്ട് കിട്ടിയ സംഭവമാണ് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് വ്യത്യാസം മനസ്സിലാകത്തില്ല. ഒരാഴ്ചയിൽ ഒരു 2-3 നിങ്ങൾക്ക് എന്തായാലും അടുക്കളപ്പണി ചെയ്യുമ്പോൾ തന്നെ നമുക്കിതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുക. 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ആണെങ്കിൽ കൃഷ്ണ തുളസിയുടെ ഏതോ ഒരു മോൾ എന്നോട് ചോദിച്ചു, ആന്നേരം ഒരു വയലറ്റ് ഇലയുണ്ടല്ലോ, ഒരു വയലറ്റ് ഇലയുള്ളതാട്ടോ കൃഷ്ണ തുളസി. ഞാൻ പോയി ഒന്ന് പറിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതാണ്ട് ഞാൻ വന്നു. അതാണ് ഇതിൻ്റെ ഈ തണ്ടിനൊരു ചെറിയ വയലറ്റ് കളറാണല്ലോ, ഇതാട്ടോ കൃഷ്ണ തുളസി. എനിക്ക് മറ്റേത് മോള് പറഞ്ഞ് കറുപ്പ് എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കറുപ്പാന്നോടാ, ഇത് ഒരു ലൈറ്റ് വയലറ്റ് കേട്ടോ. ഇതാ നമ്മുടെ ഒറിജിനൽ കൃഷ്ണ തുളസി കേട്ടോ. ഇതൊരു മണമെന്നറിയാവോ. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് തന്നെ നമ്മൾ വെറുതെ ആണെങ്കിലും ഈ മീനൊക്കെ വെട്ടിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞ് നമ്മുടെ കയ്യിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ എന്തൊരു മണമെന്നറിയാമോ കേട്ടോ. വെറുതെ ആണെങ്കിലും പിന്നെ ഈച്ച കുത്തുകാലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. സൂപ്പറാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ പറയുന്നതല്ല, നമ്മളിത് പണ്ട് മുതലേ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ കാണാൻ പോട്ടോ. പിന്നെ അങ്ങ് മറന്നുപോയി, ഇതിൻ്റെ കാര്യമായിപ്പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബീട്രൂട്ട് അരച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഇപ്പം ഞാൻ ബീട്രൂട്ടിൻ്റെ നീരാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ നീര് സൂപ്പറാണ്, കിടുവാണ് നമ്മുടെ മുഖത്തൊക്കെ ഇട്ടാൽ. പിന്നെ നമ്മുടെ ചുണ്ടുകൾക്ക് നല്ല കളറും വരും കേട്ടോ. നമ്മൾ മിക്കവാറും ഇപ്പം നമ്മുടെ സ്കൂളിൽ പോകുന്ന മക്കൾക്ക് മിക്കവാറും നമ്മൾ ബീട്രൂട്ടൊക്കെ അവർക്ക് തോരൻ വെച്ചോ മെഴുക്കുരട്ടി വെച്ചോ ഒക്കെ കൊടുക്കത്തില്ലേ. നമ്മൾ തോല് ഇങ്ങനെ നമ്മൾ ചെത്തുവാണെങ്കിൽ ആ തോല് തന്നെ വെച്ച് നമ്മുടെ ഈ ചുണ്ടലൊക്കെ തേച്ച് കൊടുത്താട്ടോ നല്ല നമ്മുടെ മക്കൾക്കും നമുക്ക് തന്നെയും തേക്കാൻ കേട്ടോ. അത് കളയണ്ട, നിങ്ങൾ ആ തോല് വെറുതെ ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ നല്ല വ്യത്യാസം കിട്ടും. അടുപ്പിച്ചൊക്കെ ചെയ്യണം കേട്ടോ. ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ചെയ്താൽ കളറൊന്നും കിട്ടത്തില്ല. അത് ഏത് പായ്ക്കുകളാണെങ്കിലും നമ്മൾ ഇന്നിപ്പം നമുക്ക് കിട്ടുമോ? ഇല്ല, തുടരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നല്ലത് ആ തോല് കളയരുത് കേട്ടോ. തോല് വെറുതെ ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി, നമ്മുടെ ചുണ്ടിൻ്റെ കറുപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോഴത്തേ നമ്മൾ ബീട്രൂട്ട് നീര്, ചെറിയൊരു ബീട്രൂട്ട് ഞാൻ നമ്മുടെ ഇതിനകത്തിൽ ചെറുതായിട്ട് അരിയത്തില്ലേ, അതിനകത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തതാട്ടോ. കുഞ്ഞൊരെണ്ണം. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ അല്ല അരിപ്പൊടി. ഇന്ന് നമ്മുടെ വീട്ടിൽ ഇടിയപ്പമായിരുന്നു കേട്ടോ. ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി കേട്ടോ. ആ അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, പുട്ടിൻ്റെ അല്ല. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. പാലും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, പാലാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. ഞാൻ ഇന്നലെ ഏതോ ചേച്ചിമാരോട് ചോദിച്ചു എനിക്ക് തേൻ തരണേന്ന്. അവരും എന്തോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ തേൻ തീർന്നത് ഏകദേശം ഇത്രയായി. എന്നാലും 2-3 ദിവസമൊക്കെ എനിക്ക് നിൽക്കാനുണ്ട് കേട്ടോ. പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് തരും, തീരട്ടെ എന്ന് വിചാരിച്ചു. തീരാറൊക്കെ ആയി കേട്ടോ. അവസാന ഇതിലൊക്കെ ആയി നമ്മുടെ തേനിൻ്റെ ഇത്.
ഞാൻ എപ്പോഴും ഇതേപോലെ ചെറിയ കുപ്പിയിലെ തേന വാങ്ങിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച നല്ല ഫ്രഷ് തേൻ കൂടി ഇരിപ്പുണ്ട്. ഇതും എനിക്കറിയത്തില്ല, നമ്മളിങ്ങനെയൊക്കെ വാങ്ങിക്കുന്നു, പക്ഷെ ആ ഫ്രഷ് തേൻ എനിക്ക് ഇരിപ്പുണ്ട്. അപ്പോഴും ഞാൻ ഏതോ ഒരു ഇതിനകത്ത് ഞാൻ കണ്ടത് ഫ്രഷ് തേനാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ കട്ടിയാവുന്നു കേട്ടോ. ഇനി അതൊന്ന് പരീക്ഷിക്കണം. ഈ തേനിൻ്റെ കുപ്പി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ ആ തേന് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച തേൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ല കട്ടിയായി, അപ്പോഴും ഒറിജിനലാണ്. ഇനി ഇത് കൊണ്ടുപോയി വെച്ച് നോക്കണം. അത് അങ്ങനെയാണ് അവർ പറഞ്ഞത് കേട്ടോ. ഒറിജിനലാണെങ്കിൽ അത് ഫ്രീസറിനകത്തല്ല, താഴെ. ഫ്രീസറിനകത്ത് വെച്ചാൽ എന്തായാലും എല്ലാം കട്ടിയാവും താഴെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് പരീക്ഷിക്കണം. എല്ലാം പറഞ്ഞല്ലോ, അപ്പോൾ 4 കൂട്ടം സംഭവങ്ങൾ മതി കേട്ടോ ഇന്ന് നമ്മുടെ പായ്ക്കിടാനായിട്ട്. അപ്പോഴേ ആവശ്യത്തിന് എടുത്താൽ മതി. നമ്മുടെ ഈ അരിപ്പൊടി എന്ന് വെച്ചാൽ ഇച്ചിരി നേരം ആകുമ്പോൾ അങ്ങോട്ട് ഏറി വരും. അപ്പോൾ കുറച്ച് നമ്മുടെ അത്യാവശ്യം എൻ്റെ മുഖത്തും എന്ത് തന്നെ ഇടുകയാണെങ്കിലും നമ്മൾ മുഖത്തും കഴുത്തിൽ ഇടണം കേട്ടോ. പിന്നെ എന്നിട്ട് നന്നായിട്ട് നമ്മൾ സോപ്പിട്ട് തേച്ച് കഴുകിയതിന് ശേഷം മാത്രം വന്ന എല്ലാ പായ്ക്കുകളും ഇടണം. അപ്പോൾ നമുക്ക് നമ്മുടെ പായ്ക്കിടാനുള്ള അരിപ്പൊടി കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. ദേ കുഞ്ഞ് സ്പൂണിനകത്ത് എന്നാലും വേണം കേട്ടോ, നമുക്ക് ഇടണ്ടേ, എല്ലായിടത്തും എത്തിക്കണമല്ലോ. അപ്പോഴേ നമ്മൾ പാലെടുത്തു, കൂടെ തന്നെ നമ്മുടെ ബീട്രൂട്ട് കൂട്ടനെ അങ്ങോട്ട് എടുത്തു. അപ്പോഴേ ഇന്ന് നമ്മളിവിടെ പരീക്ഷണമാണ് കേട്ടോ. ഓരോരുത്തരെന്നോട് ചോദിക്കുന്നുണ്ട് പരീക്ഷണമാണോ? പരീക്ഷണം തന്നെയാണ്. പരീക്ഷിച്ച് നമ്മൾ വിജയിച്ച സംഭവങ്ങളാണ് നിങ്ങളിലേക്കും ഞാൻ എത്തിക്കുന്നത് കേട്ടോ. സുപ്പു ഇവിടെ ഫുൾ പരീക്ഷണമാണ്. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൊട്ടയാണെങ്കിൽ നിങ്ങളെന്നെ ഓടിച്ചിട്ട് അടിക്കത്തില്ല. അപ്പോഴേ പൊട്ടയൊന്നുമില്ല, ഇത് അടിപൊളി പായ്ക്കാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോഴേ നമ്മുടെ ബീട്രൂട്ട് ഇത് ഫുള്ളേ ഞാനങ്ങ് ഒഴിക്കാം കേട്ടോ, ഇനിയും വെച്ചേക്കുന്നില്ല. ബീട്രൂട്ട് ഫുള്ള് ഞാനങ്ങ് ഒഴിച്ചു. അപ്പോഴേ അരിപ്പടിയുടെ സ്വഭാവം അറിയാമല്ലോ, ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും പറയും എന്തോ രസം കളർ, എൻ്റെ സാറേ എന്തൊരു കളർ കേട്ടോ. അടിപൊളി കളർ, ഇതേ നൈറ്റിക്ക് മാച്ച് ചെയ്യുന്ന കളർ. ഞാൻ അതിനാണ് ഇതിട്ടത് കേട്ടോ, ചുമ്മാ കേട്ടോ, അതൊന്നും അല്ല. ഞാൻ വിചാരിച്ചു വേറെ കളറുള്ള നൈറ്റി ഇട്ടാൽ, നമ്മുടെ ലൈറ്റ് കളറൊക്കെയുള്ള നൈറ്റി ഇട്ടാൽ പണി കിട്ടും. ഇത് ഇച്ചിരി എവിടെയെങ്കിലും ഒന്ന് പറ്റിയാൽ മതി, കളറാവും. എന്ത് രസമുണ്ട് ആ കളർ. ഏറ്റവും കൂടെ തന്നെ നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തേനാണ് കേട്ടോ. തേനും കൂടെ, ഇതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. തേനൊക്കെ വേണം കേട്ടോ, കിടു ഐറ്റമാണ് തേനൊക്കെ ഒഴിച്ചാൽ. അപ്പോഴതാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇന്നിപ്പം നമ്മുടെ ഇവിടെ നല്ല വെയിലൊക്കെ കാണുന്നു. ഇതേണ്ട നമുക്ക് തേനും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഉണ്ട്, ഒരു 2-3 ദിവസത്തേക്കാണ്. ഇത്രയേച്ച് എടുത്താൽ നമുക്ക് കിട്ടും 2-3 ദിവസത്തേക്ക്. നല്ല കളർ കേട്ടോ, തീണ്ട നല്ല കളറ്. ഒന്നിച്ചിരി നേരം നമുക്കൊന്ന് വെച്ചിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം മുഖത്ത് കേട്ടോ. എന്ന് വെച്ചാൽ അരിപ്പൊടിയല്ലേ, അപ്പോഴും ഇച്ചിരി ഒന്ന് ഇതാവട്ടെ, ഇച്ചിരി ഒന്നായിട്ട് നമുക്ക് അപ്പോഴത്തേന് ഒന്ന് കുറുകി വരും, ഒന്ന് ഇതായി വരും കേട്ടോ. അപ്പോഴും നമ്മൾ എടുത്ത പാടെ അങ്ങോട്ട് തേക്കേണ്ട, ഇച്ചിരി ഒന്ന് 2-3 മിനിറ്റ് ഒന്നിരുന്നിട്ട്, ഞാനിരുന്നിട്ടല്ല ഇതിരുന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല കളറായിട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, എന്ത് രസമുണ്ട്. അപ്പോഴൊന്ന് വെച്ചേക്കാം നമുക്ക് കേട്ടോ, വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴിതാ നമ്മൾ ഇച്ചിരി നേരെ ഒന്ന് വെച്ചു കേട്ടോ. അത് ഇങ്ങനെയൊക്കെ ഈ അരിപ്പൊടിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി നമുക്ക് തന്നെ അറിയാമല്ലോ, അരിപ്പൊടിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഒന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അതുകൊണ്ട് കുറുകി നേരത്തേനെക്കാട്ടിൽ ഇച്ചിരി ഒരു ഇതായെന്ന് തോന്നുന്നല്ലേ നമുക്കത്. ഇതിലും നേരത്തെ ഇച്ചിരി ഒരു ലൂസായിരുന്നെന്ന് തോന്നി കേട്ടോ. ഞാൻ പറയത്തില്ല, ഏറ് ഇച്ചിരി നല്ല കളറ് കേട്ടോ. നിങ്ങൾ കണ്ടോ ഈ കളർ നോക്കി, എന്ത് രസമുണ്ട്, ഒരു വെറൈറ്റി കളറല്ലേ, അടിപൊളി. അപ്പോഴിനി നമുക്ക് മുഖമൊക്കെ ഞാൻ കഴുകിയിട്ടാണ് വന്നത് കേട്ടോ, പൊട്ട് മാറ്റിയില്ലെന്നേ ഉള്ളൂ, കഴുകിയിട്ടാണ് വന്നത്. അപ്പോഴിനി നമുക്ക് തേച്ച് കൊടുക്കാം. ചിലപ്പം നമ്മൾ ഇതേപോലൊരു ഇതിടാം, എന്ന് വെച്ചാൽ കളറ് നന്നായിട്ട് പിടിക്കും കേട്ടോ. നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. കാക്കച്ചിമാർ ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ കളറ് കണ്ട് ഭയങ്കര ഇഷ്ടം തോന്നി ഇതിനോട് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടച്ചെടുക്കും കേട്ടോ. കട്ടിക്കാൻ കിട്ടുള്ളൂ. വായിലോട്ടൊക്കെ പോയാലും കുഴപ്പമില്ല കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ ഈ അരിപ്പൊടി തന്നെ നല്ല ഇതായിട്ടുള്ള വെറും നൈസല്ലേ, നല്ല രസമുണ്ട്. നമ്മുടെ മുഖത്ത് ഇങ്ങനെ വെറുതെ എങ്കിലും നമ്മളൊന്ന് തടവി കൊടുത്താൽ നല്ല നല്ല രസമുണ്ട് കേട്ടോ. അപ്പോഴിരിക്കട്ടെ ഒരു 20 മിനിറ്റ് കേട്ടോ. 20 മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് തിളച്ച് മാറ്റാം. അപ്പോഴിത് 20 മിനിറ്റ് ഒന്നും ഇരിക്കണ്ട കേട്ടോ. 15 മിനിറ്റ് ആയതേ ഉള്ളൂ. 15 മിനിറ്റ് ആയപ്പോഴത്തേനും നന്നായിട്ട് ഇച്ചിരി വേണ്ട കണ്ടോ, ഇവിടെയൊക്കെ ഇതായി കേട്ടോ. നല്ല തണുപ്പും, നമ്മുടെ കവിളിനൊക്കെ നല്ല തണുപ്പ്. പാനൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നതായത് കൊണ്ടായിരിക്കും. ഇതേ 20 മിനിറ്റ് ആയില്ല കേട്ടോ, 15 മിനിറ്റ് ആയതേ ഉള്ളൂ. ഉണങ്ങി കേട്ടോ, ഇച്ചിരി നന്നായിട്ട് ഉണങ്ങി. അപ്പോൾ 20 മിനിറ്റ് വേണ്ട, ഒത്തിരി അങ്ങ് ഇതായി പോവും കേട്ടോ. നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. മസാജ് ഒന്നും ചെയ്യണ്ട, നമുക്ക് തുടച്ച് മാറ്റാം. ചിപ്പാണി നമ്മൾ കട്ടിക്ക് തന്നെ ഇട്ടത് കൊണ്ട് റോഡിലൊക്കെ ആൾക്കാർ മുന്നിൽ എന്തോ ജീവിയാണെന്ന് വിചാരിക്കുമല്ലേ. എനിക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ, വെളിയിൽ നിന്നുള്ള വെട്ടം കൊണ്ട് കാണാൻ ഒക്കുന്നില്ല. ഒരു പ്രാവശ്യം കൊണ്ട് നമ്മൾ ചെയ്തെങ്കിലും വ്യത്യാസമൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. തുടരെ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ നമ്മൾ ഇട്ട് നോക്കണം. പിന്നെ ചില കൂട്ടുകാർ ചോദിക്കും, ചേച്ചി എന്നും ചെയ്യണോ ചേച്ചി? ജോലി നമുക്ക് മെനക്കേടൊന്നും ഇല്ലെങ്കിൽ എന്നും ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയല്ലേ, അപ്പോൾ എന്നും ചെയ്യാമെങ്കിൽ നമുക്ക് തുടരെ ചെയ്യാമെങ്കിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും കെമിക്കലൊന്നും അല്ലല്ലോ, നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളല്ലേ. അപ്പോൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്നും പേടിക്കേണ്ട, നിങ്ങളുടെ മുഖത്ത് ഒരു കുഴപ്പവും വരത്തില്ല. ഇതെല്ലാം ഇടയ്ക്ക് നമ്മുടെ ഫോൺ ഇച്ചിരി കുരുത്തക്കേടുണ്ടല്ലോ, ഒരുപാട് വീഡിയോ കിടന്നു കേട്ടോ, എല്ലാം എടുത്ത് മാറ്റി. അപ്പോഴിങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് ഇരിക്കുമ്പോഴാവാൻ നമുക്കിട്ട് പണി തരുന്നത് കേട്ടോ. എല്ലാം വായിക്കണം, നമ്മുടെ മുഖമൊക്കെ ക്ലീൻ ആവാനും. എന്താ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോഴങ്ങനെ പറയുമ്പോൾ ചോദിക്കും, ഇതിൻ്റെ എന്താ ഗുണങ്ങൾ അറിയാതെയാണോ വീഡിയോ ചെയ്യുന്നത്? ചില കുരുത്തം കെട്ട ചെറുക്കന്മാർ വന്ന് ചോദിക്കുന്ന കേൾക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത് കേട്ടോ. പോയല്ലോ. ബ്ലഡ് ഒന്നും ഇല്ലാത്തവർക്ക് ഈ ബീട്രൂട്ടൊക്കെ ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കാൻ നല്ലതാണ്. ABC ജ്യൂസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് കുടിക്കണം കേട്ടോ. പിന്നെ എന്നെ കണ്ട എല്ലാവരും ബ്ലഡ് ഇല്ലാത്ത കൊച്ചാണെന്നൊന്നും പറയത്തില്ല. നമ്മൾ പിന്നെ വീർത്തിരിക്കുന്നത് കൊണ്ട് എല്ലാവരും പറയുന്നത് അങ്ങനെ കേട്ടോ. എന്നെ കാണുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല, കാവല്ല എന്ന് വെച്ചാൽ ഒന്നും കഴിച്ചില്ലെങ്കിൽ നമ്മളെപ്പോഴും വീർത്തിരിക്കുകയാണ് കേട്ടോ. പച്ചവെള്ളം കുടിച്ചാൽ ഈ വീർപ്പ് മാറത്തില്ല. എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും പറയും, പട്ടിണി കിടന്നാലും 2 ആഴ്ച പട്ടിണി കിടന്നാലും നമ്മളിങ്ങനെയൊക്കെ തന്നെ ഇരിക്കത്തുള്ളൂ കേട്ടോ. ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോഴെന്തായാലും വ്യത്യാസം നമുക്കത് മനസ്സിലാവും. നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു പായ്ക്കാണ്. ഇതൊക്കെ നമുക്ക് പറയാനൊക്കത്തുള്ളൂ. പിന്നെ കളിയാക്കുന്നവരുടെ അടുത്ത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. പിന്നെ ചില കൂട്ടുകാരുണ്ട് കളിയാക്കാനായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. സാരമില്ല, അവരൊക്കെ കളിയാക്കിയിട്ട് പോട്ടെ. എന്തായാലും ഏതാണേലും ഈ 2 കൈ കൊണ്ട് ഞാൻ സ്വീകരിക്കുക അതൊക്കെ കേട്ടോ. പിന്നെ അങ്ങനെ ചില കൂട്ടരൊക്കെ ഉണ്ടല്ലോ വിഷമിപ്പിക്കാനായിട്ട് വരുന്നവർ. എന്തായാലും കുഴപ്പമില്ല. സുപ്പ് ഇങ്ങനെ മുടി വളർത്താനും നമ്മുടെ മുഖത്തുള്ള ഈ ഓരോരോ
കുഞ്ഞു പായ്ക്കുകളും ഒക്കെ ആയിട്ട് എന്നും വരും നിങ്ങളുടെ അടുത്ത്. ഒട്ടും വിഷമവും ഇല്ല. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി കൂട്ടുകാരെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പം നല്ല ഈ യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്കൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. എന്ന് വെച്ചാൽ എവിടെയൊക്കെയോ ഉള്ള ചേട്ടന്മാരാണേലും അനിയത്തിമാരാണേലും ചേച്ചിമാരാണേലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്, നല്ല നല്ല കമൻ്റൊക്കെ തരുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. എവിടൊക്കെയാണോ എന്തോ എന്തെങ്കിലും നമുക്കൊക്കെ കാണാൻ പറ്റുമെന്ന വിശ്വാസമുണ്ട് കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ വെച്ച്. അപ്പോഴും നമ്മൾ ഫോട്ടോ ഒന്നും ഇടാത്തവരെ നമുക്ക് അറിയത്തില്ല. ഫോട്ടോയൊക്കെ ഇട്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്നെയാണെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ കേട്ടോ. അപ്പോഴെവിടെ വെച്ച് കാണുവാണെങ്കിലും സുഖേന്ന് വിളിച്ചാൽ മതി കേട്ടോ. എവിടെ വെച്ചാണെങ്കിലും സത്യം എനിക്ക് ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളെ വെളിയിലൊക്കെ പോകുമ്പോൾ തന്നെ ഒരുപാട് കൂട്ടുകാർ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. ഞാൻ മറന്നുപോയി കഴിഞ്ഞ ആഴ്ച എവിടെയോ പോയപ്പോൾ അപ്പോഴേ എവിടെയോ കണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മളെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. എന്നാലും കുറച്ച് കൂട്ടുകാരൊക്കെ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. ഒത്തിരി സന്തോഷം കേട്ടോ. സത്യമായിട്ട് എവിടെയൊക്കെയുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വന്ന് നമുക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒത്തിരി സന്തോഷം എല്ലാവരോടും കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ, സുപ്പുന് വലിയ ഗമ നിങ്ങളൊന്ന് പറയണേ. എനിക്ക് അങ്ങനെയൊന്നും കമൻ്റൊന്നും വന്നിട്ടില്ല. എന്നാലും എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയാനോ നമ്മുടെ ഇതുവരെയുള്ള വീഡിയോ കണ്ടവർക്ക് മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ പറയാനും ഇപ്പോൾ ആൻസർ അല്ലാത്തവർ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ എനിക്കറിയാം കള്ളത്തരമാണ്. സൂപ്പർ അടിപൊളി ഞാൻ പണ്ടേ വിശ്വസിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ജാടക്കാരിയാണോ എന്ന് പറയണേ. വലിയ ഗമയുള്ള കൊച്ചാണോ അതോ നിങ്ങളെപ്പോലെ തന്നെ ഉണ്ടോ ഞാൻ എൻ്റെ സംസാരങ്ങൾ ഇതൊക്കെ, അതോ വലിയ ജാടയും ഗമയായിട്ട് വന്നിരുന്നാണോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറയണേ എൻ്റെ കൂട്ടുകാർ കേട്ടോ. അതൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെയും വലിയ ജാടയോ ഗമയൊന്നും ഇല്ലാത്തൊരു കൊച്ചാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ കുഞ്ഞു ടിപ്പുകൾ നിങ്ങളും ചെയ്ത് നോക്കണം. എന്നിട്ട് ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ടൊക്കെ സുപ്പിനോട് പറയണം. അപ്പോഴല്ലേ എനിക്ക് സന്തോഷമാവത്തുള്ളൂ. എനിക്ക് മാത്രം സന്തോഷം തോന്നിയാൽ മതിയോ. നിങ്ങൾക്ക് സന്തോഷമൊക്കെ ആവില്ല. ആ സന്തോഷങ്ങളൊക്കെ എന്നോട് ഓടി വന്ന് ഷെയർ ചെയ്തോണം കേട്ടോ. നമുക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.